തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, പ്രഭാതത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കി അമ്മയെപ്പോലെ കാത്തിരിക്കുന്ന ഒരമ്മ ദൈവത്തെ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 21-ാം അധ്യായം. കടൽ തീരത്ത് പ്രഭാതത്തിൽ ചുട്ടെടുത്ത മീനുമായിട്ട് കാത്തിരിക്കുന്ന ഒരമ്മയെപ്പോലിരിക്കുന്ന ദൈവം കടലിൽ നിന്ന് ക്ഷീണിച്ച് കയറി വന്ന തൻ്റെ ശിഷ്യരോട് പറയുന്നതാണ്, വരൂ, വന്ന് പ്രാതൽ കഴിക്കും. പ്രിയമുള്ളവരെ, നിസ്സാരങ്ങളുടെ ദൈവം, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നൊരു ദൈവത്തെ നമുക്ക് എവിടെ കാണാൻ പറ്റും? ഞാൻ ഓർക്കുകയാണ്, വൈകി എത്തുമ്പോൾ എന്നെ കാത്ത്, നേരം വൈകി എത്തുമ്പോൾ, പാതിരയ്ക്ക് എത്തുമ്പോൾ എന്നെ കാത്തിരിക്കുന്ന എൻ്റെ ഭാര്യയ്ക്ക് പിന്നിൽ ക്രിസ്തുവുണ്ട്. നിങ്ങൾ എത്ര വൈകി ചെല്ലുമ്പോഴും വാതിൽ തുറന്നു നിന്ന് സ്നേഹത്തോടെ സ്വീകരിക്കാൻ നിങ്ങളുടെ അമ്മ കാത്തു നിൽക്കുമ്പോൾ അതിന് പിന്നിൽ ക്രിസ്തു ഉണ്ടെന്ന് മറക്കാതിരിക്കുക. ഓഫീസിൽ നിന്ന് ക്ഷീണിച്ച് തളർന്നു ചെല്ലുമ്പോൾ നിങ്ങളെ സ്വീകരിച്ച് കോഫി എടുത്തു തരുന്ന ഭാര്യയ്ക്ക് പിന്നിൽ, അമ്മയ്ക്ക് പിന്നിൽ, മകൾക്ക്, മകന് പിന്നിൽ ഒക്കെ ക്രിസ്തുവുണ്ട്. ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മം വയ്ക്കുന്ന നിങ്ങളുടെ കുഞ്ഞിന് പിന്നിൽ ക്രിസ്തുവുണ്ട്. പനി പിടിച്ച് തളർന്ന് മൂടി പുതച്ച് കിടക്കുമ്പോൾ ഒരു ചൂട് കാപ്പിയുമായിട്ട് വന്ന് എഴുന്നേൽക്ക്, ഇത് കുടിക്ക് എന്ന് പറയുന്ന ഭാര്യയ്ക്കും സഹോദരിക്കും സഹോദരനും ഒക്കെ പിന്നിൽ ക്രിസ്തുവുണ്ട്. അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു അനുഗ്രഹങ്ങളുടെ സമയത്ത് സ്നേഹപൂർവ്വം ഓർമ്മിക്കേണ്ട നാമമാണ് ക്രിസ്തു. എല്ലാവരും ഒരിക്കൽ കൂടി ഓർക്കുക, കാണുന്നവരോടൊക്കെ വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കണം. അതൊരു നല്ല സുവിശേഷമാണ്. എല്ലാ കുഞ്ഞു കാര്യങ്ങൾക്ക് പിന്നിലും ക്രിസ്തുവുണ്ട്. നിങ്ങളെ സഹായിക്കുന്ന, വല്ലപ്പോഴൊക്കെ നിങ്ങളെ തേടി ഫോണിൽ വിളിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരന് പിന്നിൽ ക്രിസ്തുവുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും സമൃദ്ധിക്കും എല്ലാ നന്മകൾക്കും പിന്നിൽ ക്രിസ്തുവിനെ കാണാൻ കഴിയട്ടെ. അങ്ങനെ സ്നേഹപൂർണ്ണമായി ക്രിസ്തുവിനെ എപ്പോഴും ഓർക്കുന്ന ഒരു നല്ല ജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.